നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ NDPCയിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനത് ഓർഡർ ബുക്കും കൂടെ ഒന്ന് കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇന്ന് ബൈ ആണ് ചെയ്തത്. 9:21 നമ്മൾ 385 രൂപ 50 പൈസയ്ക്ക് 65 ക്വാണ്ടിറ്റി ബൈ ചെയ്തു. പിന്നീട് നമുക്ക് അത് സെല്ല് ചെയ്യാൻ കഴിഞ്ഞത് 9:37 1:1 നമ്മൾ സെല്ല് ചെയ്തത്. 387 രൂപ 50 പൈസയ്ക്ക് സെല്ല് ചെയ്തു. നമ്മുടെ ഇന്നത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 130 രൂപ 20 പൈസ. നമുക്ക് ചാർട്ടൊന്ന് നോക്കാം. ഇത് ഇന്നലത്തെ ഹൈ ആണ്. ഇന്നലത്തെ ലോ നമുക്കറിയാമല്ലോ. ഇന്നലെ മാർക്കറ്റ് കുറച്ച് വോളട്ടൈലായിരുന്നു. ഒരു 6% മൂവാണ് ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. സോ ഇവിടെ ഈ ഹൈയെ ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്തു. ഞാൻ ഇതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഈ ഹൈയിൽ, ഇന്നലത്തെ ഹൈയിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിലേക്ക് ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്തു. ആ ഒരു ക്യാൻഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 3 ടൈപ്സ് ഓഫ് എൻട്രീസ് ആണ് ഉള്ളത്. ഒന്ന്, റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 2, ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കും. മൂന്നാമത്, ക്യാൻഡിലിൻ്റെ കളറ് നമ്മൾ നോക്കുന്നില്ല. ഇൻഡിസിഷൻ ക്യാൻഡിലാണെങ്കിൽ റെഡ് ആയാലും ശരി ഗ്രീൻ ആയാലും ശരി, നമ്മൾ ആ ഇൻഡിസിഷൻ ക്യാൻഡിലിനെ ഏത് സൈഡിലേക്കാണോ ബ്രേക്ക് വരുന്നത് ആ സൈഡിലേക്ക് നമ്മൾ എൻട്രി എടുക്കും. അപ്പോൾ ഈ എൻട്രികളെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് എൻട്രി കിട്ടുമ്പോൾ മാത്രമായിരിക്കും. ഇതാണ് നമ്മുടെ റൂൾസ്. ഇന്ന് നമ്മൾ ആ റൂൾ തെറ്റിക്കാതെ കൃത്യമായി ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഈ ഇൻഡിസിഷൻ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ആയപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു. എങ്ങനെയാണ് നമ്മൾ ഇൻഡിസിഷൻ ക്യാൻഡിൽ കണ്ടുപിടിക്കുന്നത്? ഈ ക്യാൻഡിലിൻ്റെ ലോ, അതേപോലെ ആ ക്യാൻഡിലിൻ്റെ തന്നെ ഹൈ, ഈ ഹൈയും ലോയും തമ്മിൽ ഉള്ള അകലത്തിൻ്റെ മധ്യഭാഗം, തൊട്ട് മധ്യഭാഗത്തിനടുത്ത് തന്നെ അത് ക്ലോസിങ് തന്നു. അതിനുശേഷം ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 2 സൈഡിലേക്കും കൃത്യമായി വിക്കുകളുണ്ട്. അപ്പോൾ കൃത്യം മധ്യഭാഗത്ത് തന്നെ, അതായത് പകുതിയോടടുത്ത് തന്നെ ഓപ്പണും ക്ലോസും വരുന്നു. അപ്പോൾ ഇതാണ് ഇൻഡിസിഷൻ ക്യാൻഡിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് സെല്ലേഴ്സ് നല്ലപോലെ പുഷ് ചെയ്ത് മാർക്കറ്റിനെ താഴത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ അത്രത്തോളം പവറിൽ ബയ്യേഴ്സിന് മുകളിലേക്ക് പുഷ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റ് മുകളിലേക്കോ താഴത്തേക്കോ പോകാതെ അത് ഓപ്പൺ ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലിൻ്റെ സ്വഭാവം. അതായത് ഈ ക്യാൻഡിലിൽ ബയ്യേഴ്സിനോ അതുപോലെ തന്നെ സെല്ലേഴ്സിനോ കാര്യമായ ഡൊമിനൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആരും പവർഫുള്ളല്ല. അതർവൈസ് എങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ ഈ ഒരു ക്യാൻഡിലിൽ മാർക്കറ്റിൽ തീരുമാനമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ തീരുമാനം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹൈയോ അല്ലെങ്കിൽ ഈ ലോയോ, ഇന്നത്തെ ഡേ ഹൈ ഡേ ലോയോ ആണ്. അപ്പോൾ ഇതിനെങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നോ ആ സൈഡിലേക്ക് മാർക്കറ്റ് പോകും. അതായത് ഇവിടെ വെച്ചിട്ട് സെല്ലേഴ്സിൻ്റെ പവർ നഷ്ടപ്പെടുവാണ്. സോ ബയേഴ്സ് അതിനെ മുകളിലേക്ക് കൊണ്ടുവന്നു, അത് മുകളിലേക്ക് പോകും. ഇനി നമുക്ക് അടയാളപ്പെടുത്തിയതൊക്കെ നോക്കാം. ഇത് 4 അവറിലെ നമ്മളുടെ ഒരു ട്രെൻഡ് ലൈനാണ്, ഈ മഞ്ഞ നിറത്തിൽ നിങ്ങൾ കാണുന്നത്. ഈ ട്രെൻഡ് ലൈനിൽ ഇടിച്ചാണ് ഇന്നലെ മാർക്കറ്റ് നിന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാൻ മാർക്കറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. ഈ ഒരു റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ആ ക്യാൻഡിൽ അവിടെ തന്നെ ക്ലോസ് ചെയ്തു. ദെൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് 1:1 നമ്മളിന്ന് ടാർഗറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1:1 നമ്മൾ ടാർഗറ്റ് എടുക്കുമ്പോഴും നമുക്കൊരു കാര്യം ഇന്നറിയാം, ഇന്ന് മാർക്കറ്റ് ഇവിടെ വരെ, അതായത് 392 രൂപ വരെ മാർക്കറ്റ് പോയി ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആ സാധ്യത നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ ലോയിൽ നിന്നും ഇന്നത്തെ ഹൈയിലേക്ക് നമ്മൾ അളന്നാൽ ഇതുവരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് 1.86% ചേഞ്ചാണ്. എന്നാൽ 392 വരെ നമ്മൾ അളന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2.68 ആണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ പോകുമെന്ന് പറയാനുള്ള കാരണം
ഈ ഒരു ഷെയറിൻ്റെ NDPCയുടെ ഡെയിലി ആവറേജ് മൂവ് എന്ന് പറയുന്നത് നിലവിലത് 3%-ന് മുകളിലാണ്. അതായത് അതിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച് ATR എന്ന് പറയും. അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനാണെങ്കിൽ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് ഇങ്ങനെ ഒരു ലൈൻ ഡിപ്ലോയ് ആവുന്ന കാണാം. ഓക്കെ, ഇനി ഈ ഡേ ക്യാൻഡിലേക്ക്, ഈ ക്യാൻഡിലുകളെ നമ്മൾ ടൈം ഫ്രെയിം ഡേയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 12 രൂപ 50 പൈസയാണ്. അതായത് ATR വാല്യൂ 12 രൂപ 50 പൈസയാണ്. 12 രൂപ 50 പൈസ എന്ന് പറയുന്നത് ഇന്നത്തെ ഇപ്പോഴത്തെ വില എത്രയാണ്? 399 രൂപ. അപ്പോൾ 12 രൂപ 50 പൈസ ഡിവൈഡഡ് ബൈ 389 ഇൻറ്റു 100. ഇത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.2% ആണ്. അതായത് ഇപ്പോൾ NDPC എന്ന് പറയുന്ന ഷെയർ ഡെയിലി ആവറേജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3.2% ആണ്. ദാറ്റ് മീൻസ് ഈ ആവറേജ് 3.2% നിലനിൽക്കുന്ന കാലത്തോളം മാർക്കറ്റിന്, അതർവൈസ് നമ്മൾ എടുക്കുന്ന ഈ ഷെയറിന് എല്ലാ ദിവസങ്ങളിലും എന്താണോ ATR കാണിച്ചേക്കുന്നത് അതുവരെ പോകാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ട കാര്യം പ്രോബബ്ലി വരേണ്ടതില്ല. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ 3% മുകളിൽ ATR ഉള്ളപ്പോൾ ഇതൊരു 2.5% പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടിട്ടാണ് 3% താഴെ. കാരണം 3% താഴെ നമ്മൾ പറയാനുള്ള കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ, ഇല്ലെങ്കിൽ ഇവിടെ അടുക്കും തോറും അവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയാൽ ഇത് ഇവിടെ വരെയെങ്കിലും എത്താനാണ് സാധ്യത. അപ്പോൾ നമ്മളിവിടെ എക്സിറ്റ് എടുക്കാനുള്ള കാരണം, കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ മാസം ആദ്യം അടുപ്പിച്ച് 7 ദിവസം നമ്മൾ ലോസ് കൊടുത്തു. അതിനുശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടവിട്ട ദിവസങ്ങളിൽ നമ്മൾ പ്രോഫിറ്റും ലോസും പിന്നീട് കണ്ടിന്യൂ ചെയ്തു. നെറ്റ് നമ്മൾ, അതായത് ഇന്നിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 50 ദിവസം കംപ്ലീറ്റ് ചെയ്തു ട്രേഡിങ്ങിൽ. ഈ 50 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇന്ന് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. പക്ഷേ ഇതുവരെ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ലോസ് 239 രൂപ ലോസാണ്. നമുക്കറിയാം നമ്മുടെ 1 പോർഷൻ ലോസ് എന്ന് പറയുന്നത് 125 രൂപയാണ്. അപ്പോൾ 239 എന്ന് പറയുമ്പോൾ ഏകദേശം 2 പോർഷൻ ലോസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് 1 പോർഷൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും, അതായത് ഇവിടെ ഒരു 5 പോർഷൻ പ്രോഫിറ്റ് വരുന്നത് വരെ, 5 പോർഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 125 ഇൻറ്റു 5, അപ്പോൾ ഒരു 600-700 രൂപ നെറ്റ് ഇവിടെ പ്രോഫിറ്റ് കാണിക്കുന്നത് വരെ ഒരുപക്ഷെ നമ്മൾ 1:1 എക്സിറ്റ് എടുത്തൊക്കെ പോരാൻ സാധ്യതയുണ്ട്. കാരണം അത്രയൊരു പ്രോഫിറ്റിലേക്ക് ഇതിനെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വലിയ വലിയ ടാർഗറ്റുകളിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞത് ഇന്നിവിടെ സംഭവിക്കാൻ പോവാണ്. 392 മാർക്കറ്റ് മൂവ് ചെയ്യുവാണ്. ഓക്കെ, പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ എക്സിറ്റ് എടുത്തു എന്ന് ചോദിച്ചാൽ, ഈ ഒരു ലോസിൽ നമ്മൾ നെറ്റ് നിൽക്കുന്നത് കൊണ്ട് ഒരാഗ്രഹമുണ്ട്, ഈ മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് തന്നെ പോയാലും നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുപ്പിച്ച് 7 ദിവസം നമുക്ക് ലോസ് കിട്ടി. ഇവിടെ ഞാൻ എക്സാക്റ്റ് മാർക്കറ്റ് എവിടെ പോയി എന്നുള്ളത് അടയാളപ്പെടുത്താൻ വിട്ടുപോയതാണ്. അതിന് തെറ്റാതെ നോക്കണം. അതായത് ആക്ച്വൽ റിസ്ക് റിവാർഡ് എത്ര കിട്ടി എന്നുള്ളതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്താൻ. നമ്മളിവിടെ 1:1 റിസ്ക് റിവാർഡ് എടുത്ത് എക്സിറ്റ് ചെയ്ത ദിവസം മാർക്കറ്റ് 1:5 റിട്ടേൺ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ 7 ദിവസങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത്, ഈ 7 ദിവസത്തിൽ മെജോറിറ്റി ദിവസം 1:1 മാർക്കറ്റ് തന്നതിന് ശേഷമാണ് അത് ലോസിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ലോസ് അടിക്കുന്ന ദിവസം പോലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് ടോട്ടലി തെറ്റായിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ 1:1 റിസ്ക് റിവാർഡ് തന്നതിന് ശേഷമാണ് മാർക്കറ്റ് പലപ്പോഴും ലോസ് പോയി ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈനും ഉള്ളത് കൊണ്ടും നമ്മളീ പറയുന്ന പോലെ നെറ്റ് ലോസിൽ നിൽക്കുന്നത് കൊണ്ടും ഈ മാസം പ്രോഫിറ്റിൽ കലാശിക്കണമെന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടും വലിയ റിട്ടേൺ പ്ലാൻ ചെയ്യാതെ 1:1 എടുത്തുകൊണ്ട് ഈ മാസം ഇനി അങ്ങ് പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ ഇവിടെ 1:1 മുകളിൽ മാർക്കറ്റ് കയറി ക്ലോസിങ് തന്നപ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നത്. അപ്പോൾ ആ ട്രെൻഡ് അതുപടി അങ്ങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ വരെ 392 വരെ, അത് ഏകദേശം 1:3 ലെവലാണ്. അപ്പോൾ 1:3 എടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം
1:3.3 ആണ്. ഓക്കെ, അത് നമ്മൾ ടാർഗറ്റ് ഓർഡർ ഇവിടെ വെച്ചിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഈ ക്ലോസിംഗ് തന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 1:1 സ്റ്റോപ്പ് ലോസ് ഇട്ടിരുന്നത് കയറ്റി ട്രയൽ ചെയ്തു. ഇവിടെ മാർക്കറ്റ് റിവേഴ്സായി തിരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 1:1 പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ കാണുന്നുണ്ട്, മഞ്ഞ ലൈൻ, ഇതിൽ വന്ന് വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം റിവേഴ്സായി മാർക്കറ്റ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരുന്ന പോലെ തന്നെ ഈ ഒരു പോയിന്റിലേക്ക് 392 മാർക്കറ്റ് വരുവാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ധൈര്യം കൂടുമ്പോൾ, ക്ഷമ കൂടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വലിയ പ്രോഫിറ്റുകളൊക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത്രയും ഒരു ക്ഷമയോ ധൈര്യമോ ഒന്നും നിലവിലായിട്ടില്ല. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മളിവിടെ വരികയും ഒരു 5 പോർഷൻ പ്രോഫിറ്റ്, അതായത് 600-ന് മുകളിലോ 700-ന് മുകളിലോ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്ന സമയത്ത് നമ്മൾ വലിയ ടാർഗറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് 1 പോർഷൻ ലോസ് വെച്ചാൽ തെറ്റില്ല. കാരണം 125 രൂപ റിസ്ക് കൊടുത്തുകൊണ്ട് ഇവിടെ 700-600 ലാഭം നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലാഭത്തിൽ നിന്നേ കുറവ് വരുന്നുള്ളൂ. ഒപ്പം നമുക്ക് 1:3 കിട്ടുവാണെങ്കിൽ 3 പോർഷൻ വീതം ഇവിടെ കൂടി വരും. അതായത് നമ്മുടെ മുന്നോട്ടുള്ള പ്രോഫിറ്റബിൾ ഡേയ്സ് നമ്പർ കുറവാണെങ്കിൽ പോലും മുന്നോട്ടുള്ള സ്പീഡ് കൂടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെൻ്റൊക്കെ കറക്റ്റ് ആയിരുന്നു, മാർക്കറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ 1:3 നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ഇട്ടിരുന്നത് കണ്ടോ 391.90 അപ്പോൾ അവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളവിടെ ഓർഡർ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് പ്രോഫിറ്റ് ഇന്ന് വേണമായിരുന്നു, ലോസിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ എക്സിറ്റ് എടുത്തു. വരും ദിവസങ്ങളിൽ നമ്മളത് തന്നെ ചെയ്യും. അണ്ടിൽ നമ്മളുടെ ഈ പോർഷനിൽ നമുക്ക് ഒരു 500-700 രൂപ ഇടയിൽ പ്രോഫിറ്റ് വരുന്നത് വരെ നമ്മൾ വളരെ ഡിഫെൻസീവായിട്ടുള്ളൊരു കളിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1:1 എങ്കിലും പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പോരുക. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ലോസ് കൊടുക്കാതെ ബ്രേക്ക് ഈവൻ എക്സിറ്റുകൾ എടുത്തുകൊണ്ടിരിക്കും. ആ സമയം കുറച്ച് ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് ശേഷം വരുന്ന സമയത്ത് ഇതെല്ലാം ക്യാച്ച് ചെയ്യാനും, കാരണം ഇപ്പോൾ തന്നെ നമ്മൾ പല ദിവസങ്ങളിലും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. നമ്മൾ പറയുന്ന പോലെ ഇന്നിടം വിട്ട് കഴിഞ്ഞാൽ ഇന്നിടം വരെ പോകും എന്ന് പറയുന്ന അവിടം വരെ ഏകദേശം എത്തുന്നുണ്ട്. ഇനി ഇവിടെ വരെ ഇത് എത്താനായിട്ട് വേറൊരു കാരണം കൂടെ നമുക്ക് ഒന്ന് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ ടെക്നിക്സുകൾ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മളിതെല്ലാം പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചാൽ ഈ പറയുന്ന പോലെ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് നമ്മളുടെ ക്ഷമയും ധൈര്യമൊക്കെ കുറച്ച് കൂടും. അതായത് ഇപ്പോൾ 50 ദിവസമാണ് ആയിട്ടുള്ളത്, ഒരു 75-100 ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ക്ഷമയും ധൈര്യമൊക്കെ എന്തായാലും ഇൻക്രീസ് ചെയ്യണമല്ലോ. കാരണം നമ്മളിത് ഡേ ടു ഡേ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതെല്ലാം കൂടി വരണം. അത് കൂടുന്ന സമയത്ത് നമ്മൾ ഇമാതിരി ടെക്നിക്കുകളൊക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കിതൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മളിന്ന് എൻട്രി എടുത്തത് എവിടെയാണ്? ഈ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ്. ഓക്കെ, ഇതിപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെ 2 തവണ ഇവിടെ വന്നു റിവേഴ്സായി. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇവിടെ വന്നിട്ടാണ് തിരിച്ചിങ്ങോട്ട് പോരുന്നത്. ഈ സമയത്ത് നമുക്കൊരു കാര്യം നോക്കാം. ഈ ലോ, അതായത് മാർക്കറ്റ് ഹൈ പോയതിന് ശേഷം സിംഗ് ലോ വന്നു. ആ ലോയിൽ നിന്ന് മാർക്കറ്റിൻ്റെ ഹൈ വരെ നമ്മളൊന്ന് മെഷർ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 0.87%, അതായത് 3 രൂപ 35 പൈസയുടെ ചേഞ്ച് അവിടെ ഉണ്ട്. ഇതിനൊരു റേഞ്ചായിട്ട് നമുക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്താൽ, അതായത് ഇങ്ങോട്ട് വന്ന് ഇവിടെ തട്ടിയിട്ട് വീണ്ടും ചിലപ്പോൾ ഇവിടെ വന്നിട്ട് താഴേക്ക് തന്നെ ബ്രേക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇത് ഇവിടെ തട്ടി ഇവിടെ വന്നു, ഈ സപ്പോർട്ട് ലൈൻ സപ്പോർട്ട് എടുത്തു, തിരിച്ചു വന്നിട്ട് ഈ റേഞ്ചിന് ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കാം? ഇത് നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ 2.5 കൊല്ലത്തിനിടയ്ക്ക്. അതിങ്ങനെയാണ്, ഇവിടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ അതിന് അത്ര തന്നെ എത്രയാണോ റേഞ്ച് വെച്ചത് അത്ര തന്നെ മുന്നിലേക്ക് വീണ്ടും പോകാം. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇതാ അവിടെ ബ്രേക്ക് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം അത്രയും തന്നെ മുകളിലേക്ക് പോയി. ഇതൊരു 90% അതിലധികം സമയമോ നമ്മൾ മാർക്കറ്റിൽ കാണാറുള്ളതാണ്. വളരെ വിരളമായ ഇത് സംഭവിക്കാതിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്. നമുക്ക് മാർക്കറ്റിനെ മെഷർ ചെയ്യാനും മാർക്കറ്റ് എവിടം വരെ പോകുന്നൊരു സാധ്യത അളക്കാനുമുള്ള, അതായത് മുന്നിൽ നമുക്ക് മറ്റൊന്നും കാണാനില്ല എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അളക്കാൻ ഇതുപോലെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയുള്ള റെസിസ്റ്റൻസ് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 392 വരെ എത്താൻ ഈ 2 കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നെന്താണ്, ATRൻ്റെ റേഞ്ച് വെച്ചിട്ട് 392 എത്താൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. 2, 392 ഒരു ഹോൾ നമ്പറാണ്. ഒപ്പം തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ അത്ര തന്നെ മൂവ് അങ്ങോട്ട് വരും.
അതായത് നമ്മൾ കാറൊക്കെ ഓടിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ ബൈ മിസ്റ്റേക്കിൽ കുറച്ചധികം വെട്ടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷനായിട്ട് നമ്മൾ എതിർ സൈഡിലേക്ക് അത്ര തന്നെ വീണ്ടും അത് തള്ളിപ്പോകാറുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ എവറി ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അത്ര തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഒരു 90%-ലധികം നമ്മൾ മാർക്കറ്റിൽ കാണാറുള്ളത്. ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു മാർക്കറ്റ് ആ ഏരിയ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എവിടം വരെ പോകാം? നമ്മളിപ്പോൾ പറഞ്ഞു ATR വരുന്നത് 3.2%. അപ്പോൾ 3.2%, ദാ ഇവിടെ വരെ, അതായത് 394 വരെ മാർക്കറ്റ് ATRൻ്റെ കണക്ക് വെച്ച് എവറി ഡേ ഇനി അങ്ങോട്ടുള്ള ദിവസം പോകാം. ഇതെപ്പോഴാണോ കുറഞ്ഞ് ആവറേജ് കുറഞ്ഞു വരുന്നത് അതിനനുസരിച്ചിട്ടേ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറയത്തുള്ളൂ. ഓക്കെ, അതായത് ഈ സ്റ്റോക്കിൽ നമുക്ക് ഇനിയും ധാരാളം ദിവസം ട്രേഡ് എടുക്കാൻ കഴിയും എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം 2% ചേഞ്ച് തരുന്ന ഒരു സ്റ്റോക്കിൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് നല്ല രീതിയിൽ 0.5% നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പോകാൻ പറ്റും. അതായത് കണ്ടിന്യൂസ്ലി ഈ സ്റ്റോക്ക് നമുക്ക് കുറച്ചധികം ആഴ്ചകളിലേക്ക് കൂടി ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന സാധ്യതയാണ് കാണിക്കുന്നത്. അത് സ്റ്റോക്ക് മാറ്റേണ്ടി വരില്ല, ഈ സ്റ്റോക്കിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ട്രേഡ് എടുത്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 1:2 എക്സിറ്റ് എടുത്തു. മാർക്കറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പോലെ, ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ തന്നെ മാർക്കറ്റ് 1:3 തന്നിട്ടുണ്ട്. നമ്മളത് എടുത്തിട്ടില്ല, നമ്മൾ ഡിഫൻസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലേക്ക്, അതായത് ഇവിടെ പ്രോഫിറ്റ് വന്ന് നമ്മൾ 700 സിസ്റ്റം അല്ലെങ്കിൽ ഒരു 500 കവർ ചെയ്യുന്നത് വരെ നമ്മൾ ഡിഫൻസിൽ കളിക്കും. അതിനുശേഷം നമ്മൾ ഒന്ന് ഗിയർ മാറ്റി പിടിക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഒന്ന് പ്രോഫിറ്റിൽ വരണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 239 രൂപയെ നമുക്കിവിടെ കവർ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്ന് നമ്മൾ ആ ഒരു റിസ്ക് എടുത്ത് 1:3 വേണ്ടി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ 130 കിട്ടിയ സ്ഥാനത്ത് 1:1 ആണ് 130. അപ്പോൾ 1:3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 130 × 3 നമുക്ക് കിട്ടണം. അതായത് 390 ആവുമായിരുന്നു. 390 നിന്ന് നമ്മൾ ഇന്ന് കിട്ടിയത് 130 കുറച്ച് കഴിഞ്ഞാൽ 260 രൂപ കൂടെ കൂടുതൽ കിട്ടണമായിരുന്നു. അതായത് ഇവിടെ 230 ഉള്ളൂ. അതായത് ഇന്ന് പ്രോഫിറ്റിൽ എത്താൻ പറ്റുമായിരുന്നു. ആ ഒരു ധൈര്യം നമുക്ക് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് ധൈര്യം കൂടുന്നത്? ബൈ പ്രാക്ടീസ്. ഓക്കെ, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ധൈര്യം കൂടുന്നത്? ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്താ? നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടി, പക്ഷേ ഈ ഒരു 2x മൂവ് നമുക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി മൂവ് നമ്മളിന്ന് നഷ്ടപ്പെടുത്തി. ഇങ്ങനെ കണ്ടിന്യൂസ് നഷ്ടം വരുത്തുമ്പോൾ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോധ മനസ്സിനെ, അതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുവാണ്. നീ ഓക്കെ ആയിട്ടുണ്ട്, നീ വിചാരിക്കുന്ന പോലെയൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്, നീ മോശമായ ഒരു ട്രേഡർ അല്ല, നീ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ദിവസം നമ്മളത് മിസ് ചെയ്യുമ്പോൾ, നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി ആ പവർ കിട്ടുന്നത്, ആ ധൈര്യം കിട്ടുന്നത്, ആ ക്ഷമ കിട്ടുന്നത്. നീ ചെയ്യുന്നതൊക്കെ ഓൾമോസ്റ്റ് ശരിയാകുന്നുണ്ട്, അതുകൊണ്ട് നീ അത് പിടിക്കാൻ എന്ന് നമ്മുടെ മനസ്സ് പറയാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് ആ ധൈര്യം മനഃപൂർവ്വമല്ലാതെ ഇൻഡെപ്തിൽ നിന്ന് നമ്മുടെ മൈൻഡിനുള്ളിൽ നിന്ന് വരും. അത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, അത് ശരിയാവും. അങ്ങനെ നമ്മുടെ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങുമ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സ് പറഞ്ഞത് കേട്ടാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ശരിയാകാൻ തുടങ്ങും. എന്തുകൊണ്ടിട്ടാണ്? നമുക്ക് അത്ര എക്സ്പീരിയൻസ് ആയി. പല ദിവസങ്ങളിൽ ഇത് മിസ്സാകുന്നത് നമ്മൾ കാണുന്നു. അപ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ 1:1 എക്സിറ്റ് എടുത്ത് പോന്നു. ഇതേ സിറ്റുവേഷനാണ്, പേടി കൊണ്ടിട്ടാണ്. അപ്പോൾ 1:5 വന്ന് മാർക്കറ്റ് പോയി. അതായത് അന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റിൽ വരാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായി അല്ലേ? ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ എന്ത് പറയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസിൽ അത് ടച്ച് ചെയ്തു. അതായത് 1:4 എന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതും കൂടെ മറക്കാതെ, അതായത് നമ്മൾ എത്ര എടുത്തു, ആക്ച്വലി മാർക്കറ്റ് എത്രയാണ് റിസ്ക് റിവാർഡ് തന്നത്, അപ്പോൾ 1:4 ആണ് ഇവിടെ, അതും കൂടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ കുറേ ദിവസങ്ങൾ നമ്മളിത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ധൈര്യം വരും. എങ്ങനെ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണ്, നമ്മൾ ഇത്രയും അധികം മിസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ധൈര്യം ഇപ്പോൾ നിലവിലില്ലാത്തതിൻ്റെ കാര്യം ഇപ്പോൾ കുറച്ച് വളരെ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം 1:2 എടുത്ത ദിവസം 1:3 പോയി. ഇവിടെ നമ്മൾ 1:1 എടുത്ത് ബ്രേക്ക് ഈവൻ എക്സിറ്റ് എടുത്ത ദിവസം 1:1 പോയിട്ടുള്ളൂ. അപ്പോൾ 2 ദിവസം നമ്മൾ ഇതിനു മുമ്പ് ഇത് അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മളിത് തുടങ്ങിയ ദിവസം മുതൽ ഇങ്ങോട്ട് എല്ലാ ദിവസവും അടയാളപ്പെടുത്തിയിരുന്നു എങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് കൂടിയേനെ.
ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, നമ്മൾ ജേണൽ എഴുതേണ്ടതിൻ്റെ അത്യാവശ്യകത. അപ്പോൾ ജേണലിൽ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. മിസ്സായ സംഭവം അടയാളപ്പെടുത്തി വെക്കണമെന്ന് ചോദിച്ചാൽ ഇതുവരെ അടയാളപ്പെടുത്താറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അടയാളപ്പെടുത്തിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 1:5 കിട്ടുമായിരുന്നു, 1:4 കിട്ടുമായിരുന്നു. ഇങ്ങനെ എന്തായിരുന്നു സംഭവിക്കാമായിരുന്നതെന്ന് കൃത്യമായ തിരിച്ചറിവുകൾ നമുക്കിങ്ങനെ എഴുതി വെക്കുമ്പോൾ, പിന്നിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ധൈര്യം വരുന്നത്. ആ ധൈര്യം വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളാവാം, പക്ഷേ അതിന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഫ്രിക്ഷൻലെസ് ആയിട്ട് നമുക്ക് വലിയ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ, ഒത്തിരി അഡ്വാൻറ്റേജ് നമ്മുടെ സൈഡിലേക്ക് തരാനൊക്കെ, മാർക്കറ്റിൽ നിന്ന് ഒത്തിരി അഡ്വാൻറ്റേജ് എടുക്കാനൊക്കെ നമ്മളെ പ്രാപ്തമാക്കും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ വലുതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കുക, ഓർത്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.